vlog. Happy Onam. Namma happy Onam celebration പോവാണ്. ഓണം സെലിബ്രേഷൻ. നമ്മളിപ്പോ എത്ര സെലിബ്രേഷൻ ആയി ഇവിടെ? 3 ആയോ? എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ ഓസ്ട്രേലിയയിലെ ഫസ്റ്റത്തെ ഓണമാണ്. പ്രാക്ടിക്കലി 2-3 ഓണം സെലിബ്രേഷൻ കഴിഞ്ഞു. അതെല്ലാം നൈറ്റായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്കൊന്ന് ഷോ ഓഫ് എടുത്തണ്ടേ, അത് പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു പകൽ ഓണമുണ്ട്. ജീസസ് യൂത്ത് പള്ളിയുടെ വകയായിട്ടുള്ള പകൽ ഓണമാണ്. അപ്പോൾ ആ ഓണം നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് എന്താ പറയുക, അതൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു. ഹായ് ഗൈസ്, താങ്ക് യു. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ 2 സായിപ്പന്മാർ നടന്നു പോകുന്നുണ്ടായിരുന്നേ. ആ പോകുന്ന സായിപ്പന്മാർ അവരെൻ്റെ മുണ്ട് കോസ്റ്റ്യൂമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും യു ഗൈസ് ലുക്സ് കൂൾ എന്ന് കളിയാക്കിയതായിരിക്കും അല്ലേ? ആ ഹെയർ നല്ലതാണെന്ന് ഇവൻ്റെ വഴി കൂടെ പോയപ്പോൾ എല്ലാവരും ഇവൻ്റെ ഹെയറാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ജീസസ് യൂത്തിൻ്റെ ഓണമാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് വിശേഷം എന്ന് കാണിച്ചു തരാം. പിന്നെ സ്റ്റാൻസിയുടെ ഔട്ട്ഫിറ്റും കൂടി കാണിച്ചു തരാം. ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് സ്റ്റാൻസിയുടെ ഒരു നാടൻ ചേല് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അയ്യോ, ഞാൻ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒന്ന് സ്റ്റേ ചെയ്യും അവിടെ നോക്കട്ടെ. ഇതാണ് പച്ചപ്പനന്തത്തി ആയിട്ടുള്ള സ്റ്റാൻസി. നമ്മുടെ നാടൻ എന്താ പറയാ, തമിഴ് എന്താ പറയാ, തമിഴ്നാട്ട് കൺമണിയെ വാങ്ങ ആ സാധനം. നിന്നെ കാണാൻ പറ്റില്ല, നീ ഇങ്ങോട്ട് മാറിക്ക്. ഓക്കെ, കണ്ടോ? അതാണ് ഞങ്ങൾ ഓൾറെഡി കോസ്റ്റ്യൂം ഒക്കെ കാണിച്ചു. ഇതാണ് സ്റ്റാൻസിയുടെ ഓണം കോസ്റ്റ്യൂം. മിസ്റ്ററി ബോക്സിൽ വന്ന കോസ്റ്റ്യൂമാണത്. ഇനി നമുക്ക് ഓണപ്പരടിക്ക് പോവാം. ഓക്കെ, എത്തിയോ? ഞാൻ ഇവിടെ ഒരു പൂ കാണിച്ചു തരാൻ വന്നതാ. ഇവിടെ സ്പ്രിംഗ് സീസണായി. ഈ വഴി മൊത്തം ഇങ്ങനെ എന്തോ പറയണേടി, അതിനെ മറ്റേ പഞ്ഞിപ്പൂ പോലെ അല്ലേ? പെട്ടെന്ന് കാണുമ്പോൾ പഞ്ഞി വന്ന് വീണടക്കണ പോലെ തോന്നുള്ളൂ. ഇത് കണ്ടോ, ഈ വഴി മൊത്തം ഈ മരമൊക്കെ പഞ്ഞിപ്പൂവാ. ഇവിടെ ഒരു പള്ളി. എവിടെ പള്ളി? ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. പള്ളിയുടെ ഹോളിലാണ് പരിപാടി. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അധികം ആൾക്കാരൊന്നും പരിചയമില്ല, ആകെ കുറച്ചുപേരെ പരിചയമുള്ളൂ. നിനക്കാരെങ്കിലും പരിചയമുണ്ടോ? ഞാൻ ഡിയോണ നമ്മുടെ വീഡിയോയിൽ വന്നമ്മക്ക് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഡിയോണേനെ ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാം. ഇതാണ് ഡിയോണ. സ്റ്റാൻസിയുടെ സയാമി സെറട്ടയാണ് അവളുടെ വാർഡിൽ വർക്ക് ചെയ്യുന്ന. എല്ലാവരും പറയുന്ന സ്റ്റാൻസിയുടെ അനീത്തിയാണെന്നാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട് സ്റ്റാൻസിയുടെ അനീത്തിയാണോ എന്ന്. അപ്പോൾ ഇതാണ് ഡിയോൺ. ഇതുവരെ വീഡിയോയിൽ വന്നെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഓണം കോസ്റ്റ്യൂമിലാണ്. പിന്നെ ജീസസ് യൂത്ത്, അതാണ് നമ്മുടെ അച്ഛൻ അവിടെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു വൈബ്. പൂക്കളം ഉണ്ടോ? പൂക്കളം. അതേ അയ്യോ, അതാണ് പൂക്കളം. കർത്താവ്, ഇത് പൂക്കളം. ഇത് പൂക്കളം ഇടേണ്ട ആവശ്യമില്ലല്ലേ, കട്ട് ചെയ്തെടുത്തേക്കാന്ന് തോന്നുന്നു അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് പൂക്കളം. ഇതാണ് വന്നു. സന്തോഷമായില്ലേ? അതാനൊരു ഫാൻ കണ്ട് പേടിച്ചു പോയി, ഒരു വലിയ ഫാൻ. ഫുഡ് കഴിച്ചിട്ടും എണീച്ചു വരാത്ത സ്റ്റാൻസി. എത്ര ഉണ്ടായിടി?
ബ്രോ നിങ്ങൾ ഇങ്ങനെയാണ് ഗാനമേളക്കിടയിലെ ഒരു കൊച്ചി ഇവിടെ ജിംനാസ്റ്റിക് കാണിക്കുന്നുണ്ട്. അപ്പോട്ടെ അപ്പോട്ടെ അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ജീസസ് യൂത്തിൻ്റെ ഓണം. അങ്ങനെ ഈ വർഷത്തെ ഓണത്തിന് സമാധിയായില്ലേ. ഇനി ഓണാഘോഷമൊന്നുമില്ല. ശരിക്കും നാട്ടിലേക്കാളും നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് ഓണാഘോഷം കൂടുതൽ. ഒരുപാട് ഓണാഘോഷവും വീടുകളിലുള്ള ക്ഷണവും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഓണം തീരില്ല. മടുക്കും. നമ്മുടെ ഫ്രിഡ്ജിൽ നിറച്ചും ഓരോ സ്ഥലത്ത് പോയ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ജീസസ് യൂത്തിൻ്റെ ഓണം കഴിഞ്ഞു. അപ്പോൾ ഓണം ഈ വർഷത്തെ ഓണം അവസാനിച്ചു. ഇത് വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ലല്ലേ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അപ്പോൾ അത് വെറുതെ വ്ളോഗിൽ എടുത്ത് ഇടാം, ഒരു മെമ്മറി അല്ലേ ഇതെല്ലാം. അപ്പോൾ പോട്ടെ. അയ്യോ ഭയങ്കര വെയിൽ. ഒന്ന് പോവാം. ബൈ. ബൈ പറഞ്ഞു. എന്താ